രണ്ടാമത് വന്നു, മൂന്നാമതും നല്ല മുദ്രാവാക്യം. പിണറായി 3. ആളുകൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇനി വരാൻ പോകണമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പണ്ട് ഇതുപോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 77. അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുമ്പ് 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. ഭയങ്കര മുദ്രാവാക്യം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ 140-ൽ 111 സീറ്റ് അന്നത്തെ ഐക്യജനാധിപത്യ റെക്കോർഡാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര. EMS ആലത്തൂരിൽ കഷ്ടിച്ച് ജയിച്ചു. ആരായിട്ടാണ്? VS വിജയരാഘവൻ, ചെറുപ്പക്കാരനാണെന്ന് നമ്മുടെ VS. അപ്പൊ EMSനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടിക്കാൻ ഒരു വലിയ മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജയിച്ചല്ല, മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ല EMS, ചെറിയ ഭൂരിപക്ഷത്തിന്. അന്നത്തെ കാലത്ത് ആലത്തൂര് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. മാല ഇടാൻ വന്നപ്പോ EMS പറഞ്ഞു, ഇത് എന്നെയല്ല നിങ്ങൾ ഇടിയിക്കേണ്ടത്, ആ വിജയരാഘവന് കൊണ്ട് ഇടാൻ പറഞ്ഞു. സത്യത്തിൽ അവനാണ് ജയിച്ചത്. അതായത് EMS. ആ ഗതികേട് ധർമ്മടത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നു. 26-നെ കുറിച്ചാണ്. ഇനി നിങ്ങൾ പിണറായി 3 എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോട്ടേക്കണം 57-ൽ EMS, 67-ൽ EMS, 77-ൽ EMS. ഇതിന് മറുപടി പറഞ്ഞാൽ മതി. അന്ന് നടന്നത് ഇപ്പൊ 2026 ആവർത്തിക്കാൻ പോവാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആട്ടിയോടിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും.